കേരളത്തെ മുഴുവൻ നടുക്കിയ പ്രകൃതി ദുരന്തമാണ് മുണ്ടക്കായിലും ചൂരൽമലയിലും സംഭവിച്ചത്. നമ്മളെപ്പോലെ പല സ്വപ്നങ്ങളുമായി ഉറങ്ങാൻ കിടന്നവർ ഇന്ന് ദുരന്ത ഭൂമിയിൽ മരണമടഞ്ഞു. 100-ലേറെ വീടുകളാണ് ദുരന്തമില്ലാതെയാക്കിയത്. കയ്യിലെണ്ണാവുന്ന ചുരുക്കം ചില കെട്ടിടങ്ങൾ മാത്രമേ നിലവിൽ ഈ ദുരന്ത ഭൂമിയിൽ അവശേഷിക്കുന്നുള്ളൂ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു രാത്രി കൊണ്ട് ഒരു നാട് തന്നെ ഇല്ലാതെയായി. ഇങ്ങനെ ഒരു നാട് അവിടെ ഉണ്ടായിരുന്നുവെന്ന് പറയാൻ പോലും ഇപ്പോൾ അവിടെ ഒന്നും ബാക്കിയില്ല. മനുഷ്യരുടേക്കാൾ ഇരട്ടി വലിപ്പമുള്ള പാറകളാണ് ഈ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി ഇത്രയും കൂട്ടിയത്. ദുരന്ത ഭൂമിയിൽ മരണപ്പെട്ടവരുടെ ശരീരം കിലോമീറ്ററോളം യാത്ര ചെയ്തുകൊണ്ട് ചാലിയാർ പുഴയിൽ നിന്ന് കണ്ടെത്തുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. 30-ലേറെ ശരീരങ്ങളാണ് നിലവിൽ ചാലിയാർ പുഴയിൽ നിന്ന് ഇതുവരെയായിട്ടും കണ്ടെത്തിയിട്ടുള്ളത്. മനുഷ്യ മനസ്സിന് നടുക്കുന്ന രീതിയിലാണ് നിലവിൽ ശരീരഭാഗങ്ങൾ പുഴയിൽ നിന്നും അതുപോലെ മറ്റു ഇടങ്ങളിൽ നിന്നും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ആരുടേതെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലാണ് നിലവിൽ മരണപ്പെട്ടവരുടെ ശരീരങ്ങൾ നിലവിൽ ലഭിക്കുന്നത്. മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ ഈ ഉരുൾപൊട്ടൽ മനുഷ്യഹൃദയത്തെ ഒന്നടങ്കം തന്നെ പിടിച്ചുകുലുക്കി. എന്നാൽ നമ്മൾ മഴക്കാലത്ത് മാത്രം ആലോചിക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന മുല്ലപ്പെരിയാർന്ന അണക്കെട്ട് തകർന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന സാഹചര്യങ്ങൾ ഇതായിരിക്കുകയില്ല അപ്പോഴത്തെ അവസ്ഥയും. ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് കടന്നു വരാം. ചെങ്കുത്തായി നിൽക്കുന്ന മലയുടെ അടിവാരത്തിലാണ് മുണ്ടക്കൈ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് 4 കിലോമീറ്റർ മാറിയിട്ടാണ് ചൂരൽമല എന്ന് പറയുന്ന രണ്ടാമത്തെ അപകടം നടന്ന സ്ഥലവും സ്ഥിതി ചെയ്യുന്നത്. മുണ്ടക്കയിൽ നിന്ന് 4 കിലോമീറ്റർ മുകളിൽ ഈ പുഴ ആരംഭിക്കുന്ന സ്ഥലത്തിൽ നിന്നാണ് ഏകദേശം ഈ ഉരുൾപൊട്ടൽ ആരംഭിച്ചിട്ടുള്ളത്. ജൂലൈ 30 പുലർച്ചെ 1 മണിയോടുകൂടെയാണ് ഉരുൾപൊട്ടൽ ആരംഭിക്കുന്നത്. വലിയ ശബ്ദത്തോടു കൂടെ തന്നെ കല്ലും മണ്ണും ചെളിയും പാറയും എല്ലാം ഒന്നിച്ച് മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ഒരുപാട് പേര് താമസിക്കുന്ന കുറെ വീടുകൾ നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. ഈ ഒരു സ്ഥലത്തേക്ക് ഈ മണ്ണും കല്ലും എല്ലാം തന്നെ ഒഴുകിയെത്തുകയും വലിയൊരു ഏരിയ തന്നെ ഈ ഒരു ഡിസാസ്റ്റർ കവർ ചെയ്യുകയും ചെയ്തു. മുണ്ടക്കായിൽ നിന്ന് കുത്തിയൊലിച്ചു വരുന്ന കല്ലും മണ്ണും പാറയും എല്ലാം പിന്നീട് എത്തുന്നത് ചൂരൽമലയിലേക്കാണ്. അവിടുത്തെ അവസ്ഥയും ഇതേപോലെ തന്നെയാണ്. കുറേയധികം വീടുകൾ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. മുണ്ടക്കായിൽ നിന്ന് ഒഴുകിയെത്തിയ കല്ലും മണ്ണും പാറയും എല്ലാം തന്നെ ചൂരൽമലയിലെ വീടുകളും അതുപോലെ തന്നെ പല സ്ഥലങ്ങളും ഇടിച്ചു നിരത്തിക്കൊണ്ട് മുൻപോട്ട് പോയി. ഈ കാണുന്ന GVHS എന്ന വിദ്യാലയത്തിന്റെ പല ഭാഗങ്ങളും തകർന്നു പോവുകയും വലിയ രീതിയിൽ തന്നെ ചെളി അടിഞ്ഞുകൂടുകയും ചെയ്തു. ഈ ഒരു ഉരുൾപൊട്ടലിനോട് കൂടെ തന്നെ ഈ ഒരു നാടിന്റെ ഏക ആശ്രയമായ പാലം കൂടി തകർന്നു പോയതോട് കൂടി തന്നെ ഈ ഒരു നാട് പൂർണ്ണമായി തന്നെ ഒറ്റപ്പെടുകയായിരുന്നു. ആദ്യ ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട് അഭയം പ്രാപിച്ചവരുടെ അടുത്തേക്ക് വീണ്ടും ഉരുൾപൊട്ടുകയും വലിയ രീതിയിൽ തന്നെ കല്ലും മണ്ണും ഒഴുകിയെത്തുകയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന പലരുടെയും ജീവൻ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ നഷ്ടപ്പെടുന്ന സ്ഥിതിയും അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള അപകടമാണ് അവിടെ സംഭവിച്ചത്. നിലവിൽ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം 167 പേരാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടത്. അതുപോലെ 101 പേർ ചികിത്സയിലും 76 പേരെ മരണപ്പെട്ടവരെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും ഈ കണക്കുകൾ കൂടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഈ ഒരു അപകടം നടന്ന സ്ഥലത്ത് ഇന്ത്യൻ സേനയും NDRF-ഉം ഫയർഫോഴ്സും അങ്ങനെയുള്ള പല സംഘടനകളും നിലവിൽ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയൊരു നിരാശയോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബൈ.